സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നലെ CSF റൈനോറിക് എന്ന രോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് എനിക്ക് ഈ രോഗം ഞാൻ പറഞ്ഞു 6 മാസമായിട്ടാണ്, ഇപ്പോൾ 6 മാസമായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 6 മാസത്തിന് മുമ്പ് നമുക്ക് ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും. പക്ഷെ നമ്മൾ അതൊന്നും ചിലപ്പോൾ ഈ അസുഖത്തെക്കുറിച്ചൊന്നും അറിവില്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള ലക്ഷണങ്ങളെയൊന്നും നമ്മൾ അത്ര കാര്യമാക്കാത്തത് കൊണ്ടും നമുക്കറിയാൻ പറ്റാതെ പോകുന്നതാണ്. എനിക്ക് പൊതുവേ തണുപ്പ് ഭയങ്കര അസഹനീയമാണ്. തണുപ്പ് പെട്ടെന്ന് തണുക്കും. അങ്ങനത്തെ ഞാൻ വിയർക്കാറില്ല അമിതമായിട്ട്. അപ്പോൾ എനിക്ക് ഈ തണുപ്പ് ഉപയോഗിക്കുന്നതും ഫാന് ഇതൊക്കെ ഒരുവിധം അലർജിയാണ്. അപ്പോൾ എനിക്ക് രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഈ 6 മാസത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, കാലുകൾ രണ്ടും വല്ലാത്ത ഒരു അഴൽച്ച എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. തണുക്കുന്നതാണോ, കാലിൽ കൂടെ എന്തോ ഇങ്ങനെ പായുന്ന പോലെയാണോ, ഒരു വല്ലാത്ത ഫീലിംഗാണത്. ഞാൻ ആദ്യം കുറേ ദിവസം തണുത്തിട്ടായിരിക്കും എന്ന് കരുതി, സംബന്ധമായ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതിയിട്ട് കുറച്ച് ദിവസം ഞാൻ സോക്സ് ഇട്ട് നോക്കി. പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു മാറ്റവും ഇല്ല. പിന്നെ എനിക്ക് കാല് ഞാൻ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കാല് പെട്ടെന്ന് മസിൽ പിടിക്കുക, കാലിൻ്റെ വിരലുകൾ ഒരു സൈഡിലേക്ക് 5 വിരലും ഇങ്ങനെയാണെങ്കിൽ അതിങ്ങനെ സൈഡിലേക്ക് കോച്ചി പോവുക. ഈ നടക്കുമ്പോൾ കാലിലെ വിരലുകൾ സൈഡിലേക്ക് ഇങ്ങനെ കോച്ചി പോവുക, അത് ഇങ്ങനെയല്ല ഇങ്ങനെ കോച്ചി പോവുക, അങ്ങനെയൊക്കെയുള്ള കുറേ ലക്ഷണങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ രാത്രി കിടക്കുമ്പോഴാണ് ഈ കാലിന് ഈ ഒരു അഴൽച്ച സ്വാഭാവികമായും എനിക്കുണ്ടാകുന്നത്. ഞാൻ ഫാൻ ഓഫാക്കി നോക്കി, പക്ഷെ അപ്പോഴൊന്നും എനിക്കിതിനൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഞാൻ തേരി കയറുമ്പോൾ എൻ്റെ ഇടത്തെ കാല്, നമ്മൾ ഇങ്ങനെ വയ്ക്കുന്ന കാല് ഇങ്ങനെ വളച്ചാണ് ഞാൻ വയ്ക്കുന്നത്. പൊതുവേ എൻ്റെ കാലിനൊരല്പം വളവുണ്ട്, താറാവ് നടക്കുന്ന പോലെ എന്നാണ് എന്നെ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരെ വെക്കാൻ ആഗ്രഹിച്ചാലും നമ്മളെ കാല് ഇങ്ങനെ വളഞ്ഞു പോകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരെ വെക്കാൻ പറ്റത്തില്ല. വല്ലാത്ത ഒരു മുട്ട്, വിരൽ, ഇങ്ങനെ ചില ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഒരു തരം കോച്ചിപ്പിടുത്തം പോലെ ഉണ്ടാവും. അങ്ങനത്തെ. പക്ഷേ എനിക്ക് ആ കാലിന് യാതൊരു പ്രശ്നമുള്ള കാലല്ല ഇടത് കാല്. സ്വാഭാവികമായും എനിക്ക് വലതേ കാലിൽ ആൻറ്റി ആക്സിഡൻറ്റിൽ എൻ്റെ സ്കൂട്ടർ 110 കിലോ ഉള്ള എൻ്റെ സ്കൂട്ടർ ഈ വലത്ത് കാലിൻ്റെ പാദത്തിൽ വീണ് മറിഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റോളം എൻ്റെ കാലിൻ്റെ പുറത്ത് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് മൊത്തം ഈ കാലിൽ കയറിയത് കാരണം അവിടെ തഴമ്പും ഈ കാലിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ഇടത് കാലിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് എനിക്ക് വണ്ടി ആക്സിഡൻറ്റിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ വാതസംബന്ധമായ പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതല്ലാന്ന് എനിക്ക് ഇപ്പോൾ ഈ രോഗം കണ്ടുപിടിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി. ഈ കാലിൻ്റെ അഴൽച്ചയും ഈ തേരിയൊക്കെ കയറുമ്പോഴുള്ള ഈ ഇടത് കാലിൻ്റെ ബുദ്ധിമുട്ടും. കാരണം എനിക്ക് ഇടതുവശത്താണല്ലോ പ്രശ്നം, തലയുടെ. കാരണം തലയുടെ പ്രധാനപ്പെട്ട വെയിനുകളെല്ലാം നമ്മുടെ കാലിൻ്റെ വിരലുകളിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ റിലേറ്റഡ് ആണ് എന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അന്നൊന്നും നമ്മൾ തലയ്ക്കൊരു പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കണ്ടുപിടിച്ചതിന് ശേഷം 2-3 ദിവസമായിട്ട് ഇടത് കാലിൻ്റെ ചെറുവിരലും അതിൻ്റെ അടുത്ത വിരലും വരുന്നതിൻ്റെ നമ്മളെ പാദത്തിൻ്റെ ഇത്രയും ഭാഗം അസഹ്യമായ വേദനയും, ഒരു തരം മരവിപ്പാണോ, ഒരുമാതിരി കറണ്ട് പാസ് ചെയ്യുന്ന പോലെയാണോ, അതുപോലത്തെ ഒരു വല്ലാത്ത ഫീലിംഗാണ്. പിന്നെ അതുപോലെ ഉപ്പൂറ്റി എൻ്റെ വലത്തെ ഉപ്പൂറ്റിയിൽ ആണി കൊണ്ട് ഞാൻ ചികിത്സയിലാണ്. പക്ഷേ എന്നാലും ആ വലത് കാലിനേക്കാളും വേദന ഈ ഇടത് കാലിനാണ്. ഈ കാലിന് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ ഈ ഇടതുവശത്തെ കാലിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതെല്ലാം ചിലപ്പോൾ ഈ തലയായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം കാണുന്നു എങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണുക. നമുക്ക് പരിചയമില്ലാത്ത ഒരു സിംറ്റം, ഒരു ലക്ഷണം നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഒരു അസുഖവും വെച്ച് താമസിപ്പിക്കരുത്. ഞാൻ ദൈവത്തിൻ്റെ ഒരു കരുണ, അല്ലെങ്കിൽ എൻ്റെ മിണ്ടാപ്രാണിയുടെ ഒരു കരുണ കൊണ്ട് മാത്രമാണ് ഈ 6 മാസം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്വന്തം ആരോഗ്യത്തിന് പ്രധാന പ്രാധാന്യം കൊടുക്കുക. ഞാൻ എപ്പോഴും എൻ്റെ പെറ്റ്സിൻ്റെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി എനിക്ക്, ഞാൻ കിടന്നപ്പോൾ അവരെ കാര്യം എല്ലാം അവതാളത്തിലായി.
അപ്പം നമുക്കാണ് നമ്മുടെ ആരോഗ്യത്തിന് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും അപ്രകാരം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.